Welcome again to I+ Training Solutions. I+ Training Solution ന്റെ UGC NET Question Paper Analysis ന്റെ second session ലേക്ക് സ്വാഗതം. ഈ സെക്ഷനിൽ നമ്മൾ 20 ചോദ്യങ്ങളാണ് അനലൈസ് ചെയ്യുന്നത്. അതിന്റെ ഒന്നാമത്തെ ചോദ്യം 11ാമത്തെ ചോദ്യം ഓൾറെഡി 10 ചോദ്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. സോ 11ാമത്തെ ചോദ്യം മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC അതായത് നാഷണൽ മൂവ് കോർഡിനേറ്റേഴ്സും അവ ഉൾപ്പെടുന്ന സെക്ടേഴ്സും അല്ലെ അവർക്ക് എവിടെയാണ് റോള് വന്നത്, ഏത് സെക്ടറിലായിരുന്നു എന്നുള്ളത് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. NBTEL ഉണ്ട്, then കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ, then IGNOU. ഓപ്ഷൻ തന്നിരിക്കുന്നത് ലിസ്റ്റ് 2 ഏത് സെക്ടറിലാണെന്നുള്ള ടെക്നിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് UG PG ഡിഗ്രി പ്രോഗ്രാം, ഡിപ്ലോമ ആൻഡ് സർട്ടിഫിക്കറ്റ്സ്, then non-technical technology post graduation degree program, then non-technology under graduation degree program. So ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻസ് വെച്ച് നമുക്ക് നോക്കിയിട്ട് ആൻസർ പറഞ്ഞു നോക്കാം. സോ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC നോർമലി എന്താണ് ഈ കൂട്ടത്തില് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, ഒരിക്കലും UGC ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതല്ല. കാരണം UGC എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അതൊക്കെ മേലെ അല്ലേ, അതിന് മുകളിലുള്ള ഒരു വലിയൊരു ജനറൽ ബോഡിയാണ്. സോ ടെക്നിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് UG PG ഡിഗ്രി പ്രോഗ്രാം ഇല്ല, ഒരിക്കലും എഞ്ചിനീയറിംഗ് UG PG ഡിഗ്രി പ്രോഗ്രാം ഒരിക്കലും ഏത് പ്രൊവൈഡ് ചെയ്യില്ല എന്നല്ല, അത് മാത്രമാണ് മൂക്കിന്റെ ആ മൂക്ക് ആയിട്ടുള്ള രീതിയിൽ കോർഡിനേഷൻ അല്ല. സോ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, നോൺ ടെക്നോളജി പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി പ്രോഗ്രാം, അവ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? UGC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഓപ്ഷൻ 3A ഓപ്ഷൻ 3 വരാം. സോ അപ്പൊ അത് കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ A ഓപ്ഷൻ 3 വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഇവിടെ 2 ഓപ്ഷൻ വരുന്നുണ്ട്, 1ഉം 3ഉം ഇല്ലേ. അപ്പൊ അവിടെ ഒന്ന് നോക്കൂ. അടുത്തൊരു ഓപ്ഷൻ B4 നോക്കിക്കേ, NPTEL നോൺ ടെക്നോളജി അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി പ്രോഗ്രാം ഒരിക്കലും അല്ല അല്ലേ. NPTELന്റെ B1 നോക്കൂ, ടെക്നിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് UG PG ഡിഗ്രി പ്രോഗ്രാം NPTEL പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പോ B1 ആണ് കറക്റ്റ് ആൻസർ അവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഇതിൽ കറക്റ്റ് ആണെന്ന് എടുക്കാം. ദാറ്റ് ഈസ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ A3, that is non-technology post-graduation degree program. Then B എന്ന് പറയുന്നത് 1 technical engineering UG PG degree program. Then consortium for educational communication എന്ന് പറയുന്നതാണ് non-technology under graduation degree program. Then IGNOU ആണ് ഡിപ്ലോമ ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ. IGNOയുടെ ഓർത്താൽ മതി നിങ്ങൾ, IGNOU ഒരുപാട് ഡിപ്ലോമയും സർട്ടിഫിക്കറ്റും ഓപ്പൺ ഇതായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം കറക്റ്റ് ആൻസർ ഏതാണെന്നുള്ളത്. യെസ്, കറക്റ്റ് ആൻസർ നമ്മൾ പറഞ്ഞ ഓപ്ഷൻ 3 ആണ്. A3, B1, C4 and D2. So next question, again match the following. ഒരുപാട് match the following questions ആണ് തന്നിരിക്കുന്നത്. കാരണം അതാണ് ഏറ്റവും നമുക്ക് കുറച്ചൊരുവിധം ഏതെങ്കിലുമൊക്കെ ഏരിയ അറിയാവുന്നവർക്ക് അനലൈസ് ചെയ്ത് എഴുതാനും എളുപ്പം match the following തന്നെയാണ് അല്ലേ. പിന്നെ ചിലർക്ക് തെറ്റിയാൽ ഒരെണ്ണം കൺഫ്യൂസ്ഡ് വന്ന് തെറ്റിപ്പോയാൽ അത് കംപ്ലീറ്റ് തെറ്റിപ്പോയി. പക്ഷെ ഇതൊന്നും തെറ്റുന്ന രീതിയിലാണ്, കാരണം ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് അല്ലേ. നോക്കൂ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2, സർവേ റിസർച്ച്, എക്സ്പെരിമെന്റൽ റിസർച്ച്, ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ഫിലോസഫിക്കൽ റിസർച്ച്. എന്താണ് അവിടെ വന്നിരിക്കുന്നത്? ലിസ്റ്റ് 2 കോണ്ടന്റ് അനാലിസിസ്, പ്രൈമറി ഡേറ്റ, സാമ്പിളിംഗ്, ട്രീറ്റ്മെന്റ്. നിങ്ങൾക്ക് 2 കാര്യം പെട്ടെന്ന് നമുക്കറിയാം. ഹിസ്റ്റോറിക്കൽ റിസർച്ചിലാണ് നമ്മൾ പ്രൈമറി ഡേറ്റ, സെക്കൻഡറി ഡേറ്റ ഒക്കെ കളക്ട് ചെയ്യുന്നതെന്ന് അറിയാം അല്ലേ. അപ്പൊ ഓപ്ഷൻ C 2 വരുന്ന ഏതൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കുക. ഓപ്ഷൻ C 2 വരുന്നത്. ഇനി അടുത്തൊരു എളുപ്പം, എക്സ്പെരിമെന്റിലല്ലേ നമ്മളൊരു ട്രീറ്റ്മെന്റ് നടത്തുന്നത്. എക്സ്പെരിമെന്റിലാണ് നോർമലി നമ്മളൊരു ട്രീറ്റ്മെന്റ് നടത്തുന്നത്. പിന്നെ എക്സ്പെരിമെന്റൽ സ്റ്റഡി, കൺട്രോൾ ഗ്രൂപ്പ്, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്, ട്രീറ്റ്മെന്റ് ഗ്രൂപ്പ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ B എന്താണ്? 4. അങ്ങനെ ഓപ്ഷൻ വരുന്നത് ഏതുണ്ടെന്ന് നോക്കാം. നോക്കൂ, ഇവിടെ A3 അതായത് 4th ഓപ്ഷൻ A3, B4, C2, D1. ഓക്കെ, സോ അവിടെ ഈ ഒരു സംഭവം എടുത്തു വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത് തന്നെ അനലൈസ് ചെയ്തിട്ട് ആൻസർ പറയാം. ദാറ്റ് ഈസ് സർവേ റിസർച്ച് ഈസ് സാമ്പിളിംഗ്, ദെൻ experimental research in treatment, then
ഹിസ്റ്റോറിക്കൽ റിസർച്ചില് യെസ് പ്രൈമറി ഡേറ്റ. ദെൻ ഫിലോസഫിക്കൽ റിസർച്ചിൽ കോണ്ടന്റ് അനാലിസിസ്. കാരണം ഫിലോസഫിക്കൽ റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്കും അത് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. സോ അവിടെ എന്താണ്, ഹിസ്റ്റോറിക്കൽ റിസർച്ചും എല്ലാം ക്വാളിറ്റേറ്റീവ് ആണ്, മറ്റ് രണ്ടെണ്ണം വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും. സോ അപ്പോൾ ഫിലോസഫിക്കൽ റിസർച്ച് കോണ്ടന്റ് അനാലിസിസ് അല്ലെങ്കിൽ കണ്ടന്റ് അനാലിസിസ് എന്നൊക്കെ പറയാം. സോ ഓപ്ഷൻ 4 is the right answer. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ 4. ഓപ്ഷൻ 4 is the right answer. സർവേ റിസർച്ച് സാമ്പിളിംഗ്, എക്സ്പെരിമെന്റൽ റിസർച്ച് ട്രീറ്റ്മെന്റ്, ഹിസ്റ്റോറിക്കൽ റിസർച്ച് പ്രൈമറി ഡേറ്റ, കോണ്ടന്റ് അനാലിസിസ് വരുന്നത് ഫിലോസഫിക്കൽ റിസർച്ചിലും ആണ്. ഓക്കെ. നൗ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് സാമ്പിൾ ഡിസൈൻ. നമ്മൾ എപ്പോഴും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് സാമ്പിൾ പറയാറുണ്ട് അല്ലേ? നമ്മൾ നോക്കൂ, ഒബ്ജക്റ്റിവിറ്റി എന്താണ്, നമ്മളൊരു റിസർച്ചിന്റെ തന്നെ ഗുഡ് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം പറയുമ്പോൾ ടൂളിന്റെ അല്ലേ എന്താണ് ഒബ്ജക്റ്റിവിറ്റി, റിലയബിലിറ്റി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ഇതുവരെ ഈ സാമ്പിൾ ഡിസൈനിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ ഇവിടെ 5 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒന്ന് പോപ്പുലേഷൻ മാപ്പിംഗ്, ട്രൂലി റെപ്രസെന്റേറ്റീവ് സാമ്പിൾ, ദെൻ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് റിസൾട്ട്, സ്മോൾ സാമ്പിളിംഗ് എറർ, ദെൻ അഡിക്വേറ്റ് സാമ്പിൾ സൈസ്. നമ്മൾ ആദ്യം തന്നെ ഒരു ഡിസൈൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നോക്കുന്നത് എന്താണ്, സാമ്പിൾ സൈസ് അഡിക്വേറ്റ് ആയിരിക്കണം ഇല്ലേ? സാമ്പിൾ സൈസ് അഡിക്വേറ്റ്, കാരണം ഒരു ഡിസൈൻ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ നോക്കുന്ന അഡിക്വേറ്റ് സാമ്പിൾ സൈസ് വേണം, നമ്പർ ഓഫ് സാമ്പിൾസ് അല്ലേ? അതാണ് ലാർജ് സാമ്പിളും സ്മോൾ സാമ്പിളും ഒക്കെ വെച്ച് സ്റ്റഡി നടത്തുന്നത്. അപ്പൊ സാമ്പിൾ സൈസ് അഡിക്വേറ്റ് ആയിരിക്കണം. അപ്പോ ഇ എന്നൊരു ഓപ്ഷൻ വരാം. പക്ഷെ നോക്കിയപ്പോ ഇ എന്ന ഓപ്ഷൻ എല്ലാത്തിലും കോമൺ ആണ്. ഇനി അടുത്തത് നോക്കൂ, അടുത്തത് എ എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്ക്, പോപ്പുലേഷൻ മാപ്പിംഗ്. ശരിക്കും ഒരു സാമ്പിൾ ഡിസൈനിൽ പോപ്പുലേഷൻ മാപ്പിങ്ങിന്റെ ആവശ്യമേ വരുന്നില്ല. ഒരു ഡിസൈൻ എടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു മാപ്പിംഗ് ചെയ്തിട്ടല്ല ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നത് അല്ലേ? നമ്മൾ ട്രൈ ഔട്ടും ട്രയലും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ സാമ്പിൾ തന്നെ എടുക്കുന്നത്. സോ അപ്പോൾ ആ ഡിസൈൻ ചെയ്യുന്നതിന് മാപ്പിങ്ങിന് വലിയ റോൾ ഇല്ല, പോപ്പുലേഷൻ മാപ്പിങ്ങിന് വലിയ റോൾ ഇല്ല. സോ നമുക്ക് എ കട്ട് ചെയ്ത് കളയാം. ഇനി അടുത്ത നോക്കിക്കേ, ബി ട്രൂലി റെപ്രസെന്റേറ്റീവ് സാമ്പിൾ. ഉറപ്പായിട്ടും വേണ്ടേ, സാമ്പിള് ട്രൂലി റെപ്രസെന്റേറ്റീവ് ആവണം ഇല്ലേ? അപ്പൊ അത് ബി നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ എടുത്തതിൽ ബിയും ഇയും ഉണ്ട്. ഇനി അടുത്തത് നോക്കിക്കേ, സി സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് റിസൾട്ട്. ശരിയാണ്, സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് റിസൾട്ട് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചില് നമ്മുടെ സ്റ്റഡി കഴിയുമ്പോൾ നമുക്ക് കിട്ടണം. പക്ഷെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് റിസൾട്ട് കിട്ടണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അത് ക്വാളിറ്റേറ്റീവിന് ബാധകമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ തട്ടിക്കളയാം, കാരണം അത് ക്വാണ്ടിറ്റേറ്റീവിന് മാത്രമുള്ളതാണ്. പിന്നെ അടുത്തത് എന്താണ്, സ്മോൾ സാമ്പിളിംഗ് എറർ. നമ്മൾ എപ്പോഴും പറയാം, അതിനാണ് നമ്മൾ ഈ അഡിക്വേറ്റ് സാമ്പിൾ സൈസ് തന്നെ എടുക്കുന്നത്, സാമ്പിളിംഗ് എറർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രകാരം ട്രൂലി റെപ്രസെന്റേറ്റീവ് സാമ്പിൾ ആയിരിക്കണം, ദെൻ സ്മോൾ സാമ്പിളിംഗ് എറർ ഉണ്ടാവാം അല്ലെ, എറർ ഉണ്ടാവാവൂ, പിന്നെ അഡിക്വേറ്റ് സാമ്പിൾ സൈസ്. സോ ഈ 3 ഓപ്ഷൻ ആണ് ബി, ഡി, ഇ. ഇതാണ് നമുക്ക് ഇവിടെ ആപ്റ്റ് ആയിട്ട് തോന്നിയത്. സോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ നോക്കുക, 1 അല്ല, 2 അല്ല, 3 അല്ല, യെസ് 4, ബി, ഡി, ഇ only. So here correct answer is option 4. Characteristics of a good sample design എന്നുള്ള ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ തന്നത് ഓപ്ഷൻ 4 ആണ്. ബി, ഡി, ഇ. ഇതുപോലുള്ള കുറെ ചോദ്യങ്ങളും ഉണ്ടായിരുന്നു അല്ലേ? പിക്ക് ദ കറക്റ്റ് മാച്ച്, പിക്ക് ദ ഇൻകറക്റ്റ് മാച്ച് എന്നൊക്കെ പറഞ്ഞു. ഇൻകറക്റ്റ് മാച്ചിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ വലിയ ലോജിക്കൊന്നും ഇല്ലാത്ത, അതായത് നമുക്ക് പഠിത്തമായിട്ട് എല്ലാം കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അത് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യന്റെ ഏരിയയിൽ ഡിസ്കസ് ചെയ്യാൻ വരുമ്പോൾ പറയാം. പക്ഷെ ഇവിടെ പിക്ക് ദ കറക്റ്റ് മാച്ചസ് നോക്ക്, സിംബോളിക് ഇൻട്രാക്ഷനിസം ജോർജ് മെഡ്, സ്ട്രക്ചറൽ ഫങ്ഷണലിസം ടാൽകോട്ട് പാസൺ, ദെൻ rationalism John Locke, then empiricism Rene Descartes, then socialism Marx and Engels. So ഇവിടെ നോക്കിക്കേ, symbolic representation, sorry, symbolic interactionism, അത് ജോർജ് മെഡിന്റെ തന്നെയാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? Now
Structural functionalism, of course, Talcott Parsons തന്നെയാണ്. Then rationalism ജോൺ ലോക്കയുടേതല്ല. ജോൺ ലോക്കിയൊക്കെ എക്സിസ്റ്റൻഷ്യലിസം അങ്ങനെയുള്ള കുറെ ഭാഗത്തോടാണ് നമ്മൾ പഠിച്ചു കേട്ടിട്ടുള്ളത്. ഇനി എംപെറിസിസം റെനെ ഡെസ്ക്രാറ്റസും അല്ല. Then socialism, yes, മാർക്സും ഏംഗൽസും ഒക്കെ നമുക്കറിയാം. മാർക്സിസത്തിന്റെ ഭാഗമാണ് സോഷ്യലിസം. അപ്പോ സോഷ്യലിസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മാർക്സിസം ഒക്കെ പഠിക്കുന്നുണ്ട്. അത് സോഷ്യലിസം വേണമെങ്കിൽ നമുക്ക് ഏത് പറയാം? മാർക്സും ഏംഗൽസും ഉൾപ്പെടുത്തി പറയാം. അപ്പൊ ഇവിടെ ഓപ്ഷൻ നോക്കിയോ, എ, ബി ആൻഡ് ഇ ഓൺലി. അതാണ് ഇവിടെ ആൻസർ വരുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 1. So 14th ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരുന്ന കറക്റ്റ് മാച്ച് ആയിട്ട് വരുന്നത് symbolic interactionism ജോർജ് മെഡ്, then structural functionalism ടാൽക്കോട്ട് പാഴ്സൺ, then socialism മാർക്സ് ആൻഡ് ഏംഗൽസ്. ഓപ്ഷൻ ആൻസർ വരുന്നത് 1 ആണ്. നെക്സ്റ്റ് is qualitative data analysis include. എന്തോരം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചതല്ലേ. ശരിക്കും അത്യാവശ്യം വൃത്തിയായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ട് പോകുന്നവർക്ക് ഇതെല്ലാം എഴുതാവുന്നതേ ഉള്ളൂ. നോക്ക്, qualitative data analysis include. qualitative data analysis ഉം quantitative ഡേറ്റയും ഉണ്ട് അല്ലേ. ഈ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയ്ക്കാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിനും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പോകുന്നത്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകളാണ് ഏതാ? പാരാമെട്രിക് ടെസ്റ്റും റിഗ്രഷൻ അനാലിസിസും ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ ഓപ്ഷൻ കണ്ടോ? പാരാമെട്രിക് ടെസ്റ്റ്, കോണ്ടന്റ് അനാലിസിസ്, ഗ്രൗണ്ടഡ് തിയറി, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, റിഗ്രഷൻ അനാലിസിസ്. ഇവിടെ നോക്കിക്കേ, ഓൾറെഡി പറഞ്ഞു ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റിന് ഏതൊക്കെ ചെയ്യും? പാരാമെട്രിക്കും റിഗ്രഷനും ഒക്കെ ക്വാണ്ടിറ്റേറ്റീവിനാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പാരാമെട്രിക് അല്ലെങ്കിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഒക്കെ ചെയ്യും. അത് എങ്ങനെയാണ്? നോർമൽ പ്രോബബിലിറ്റി കർവ് വെച്ചിട്ട് എന്താണ് അത് നോർമൽ പ്രോബബിലിറ്റി കർവിനോട് മീൻ മീഡിയൻ അതിന്റെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പാരാമെട്രിക് ടെസ്റ്റിലേക്ക് പോകും. അതല്ല അതിന്റെ നോർമൽ പ്രോബബിലിറ്റി കർവിന്റെ ഡേറ്റാസ് അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ നോൺ പാരാമെട്രിക്കിൽ പോകും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി റിഗ്രഷൻ എന്താ? ഇൻഫ്ലുവൻസ് കണ്ടുപിടിക്കാനാണെങ്കിൽ, ഒന്നിനോടുള്ള ഇൻഫ്ലുവൻസ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ റിഗ്രഷൻ അനാലിസിസിൽ പോകും. സോ ഇനി ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ഹൈപ്പോത്തസിസ് ഉണ്ടാക്കിയിട്ട് അതിനെ ടെസ്റ്റ് ചെയ്യുകയാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യുന്നത്. സോ ഇപ്പൊ അവിടെ ഓപ്ഷൻ എയും ഡിയും ഇയും നമ്മൾ അവോയ്ഡ് ചെയ്യണം. നോക്കൂ, ഓപ്ഷൻ ബിയും സിയും നോക്കിക്കേ, ഗ്രൗണ്ടഡ് തിയറി ഡയറക്റ്റ് ക്വാളിറ്റേറ്റീവ് അനാലിസിസിലാണ് അല്ലെ, ക്വാളിറ്റേറ്റീവ് റിസർച്ചിലല്ലേ വരിക. ദെൻ കോണ്ടന്റ് അനാലിസിസും വരുന്നത് എവിടെ? ഹിസ്റ്റോറിക്കൽ റിസർച്ച്. അതുപോലെ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കണ്ടന്റ് അനാലിസിസ് ചെയ്യുന്നത്. സോ ഇവയൊക്കെ ക്വാളിറ്റേറ്റീവ് റിസർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സോ ദ കറക്റ്റ് ആൻസർ ഇവിടെ നമുക്ക് വരുന്നത് ഓപ്ഷൻ 2 ആവണം. ഓപ്ഷൻ 3 ആണ്, ബി ആൻഡ് സി. ദാറ്റ് ഈസ് കോണ്ടന്റ് അനാലിസിസും ഗ്രൗണ്ടഡ് തിയറിയും. യെസ്, കറക്റ്റ് ആൻസർ ഏതാണ്? കണ്ടന്റ് അനാലിസിസും ഗ്രൗണ്ടഡ് തിയറിയും. ബി ആൻഡ് സി ഓൺലി. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഈസ് കൺവേർജന്റ് തിങ്കിങ് റെഫേഴ്സ് ടു ഡാഷ് ആൻഡ് ഡൈവേർജന്റ് തിങ്കിങ് റെഫേഴ്സ് ടു ഡാഷ്. നമ്മൾ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ, കൺവേർജന്റും ഡൈവേർജന്റും തിങ്കിങ്. കൺവേർജന്റ് തിങ്കിങ് എന്താണ് ശരിക്കും? എല്ലാ ചിന്തകളും കൂടി ഒറ്റ പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുന്നു അല്ലെ, കൺവേർജ് ചെയ്യുന്നു, ഒറ്റ പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ദാറ്റ് മീൻസ് ഒറ്റ സൊല്യൂഷൻ. ഓക്കെ, എല്ലാ ഡിഫറെന്റ് ഐഡിയാസും കൂടി വന്ന് ഒറ്റ പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഡൈവേർജന്റിൽ എന്താണ്? ഒരു പോയിന്റിൽ നിന്ന് പല രീതിയിലേക്ക്, പല സൊല്യൂഷനുകളിലേക്ക് അല്ലെങ്കിൽ പല ചിന്തകളിലേക്ക് നമ്മൾ പോകുന്നു. സോ അതാണ് എന്ത്? ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത് അല്ലേ. സോ അപ്പൊ ഇവിടെ നോക്കിക്കേ, കൺവേർജന്റ് തിങ്കിങ് വെർബൽ എബിലിറ്റി, മാത്തമാറ്റിക്കൽ എബിലിറ്റി അതൊന്നും അല്ല, അത് നമുക്കറിയാം. പിന്നെ ഇൻട്രിൻസിക് എക്സ്ട്രിൻസിക് മോട്ടിവേഷനും അല്ല. ഇൻട്രിൻസിക് മോട്ടിവേഷൻ വേറെ, ഇന്റേണൽ മോട്ടിവേഷൻ ആണ്. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആണെന്ന് അറിയാം. അപ്പൊ 1ഉം 4ഉം അല്ലെന്ന് നമുക്ക് കളയാവുന്നേ ഉള്ളൂ. പിന്നുള്ള ഡൗട്ട് ഏതിലാണ്? 2ഉം 3ലുമാണ്. 2ഉം 3ലും നോക്കിക്കേ, കൺവേർജന്റ് ഒന്നിലേക്ക് വരുന്നു, ഒറ്റ സൊല്യൂഷൻ. ഡൈവേർജന്റ് അതിൽ നിന്ന് ഒരു ഇതിൽ നിന്ന് പല സൊല്യൂഷനുകളിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് ഡൈവേർജന്റ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. One solution, many solutions. So correct answer, convergent thinking refers to one solution and divergent thinking refers to many solutions. Option 2. Another question. Arrange the following in ascending order according to
ടൈലർ മോഡൽ. ടൈലർ മോഡൽ നമുക്കറിയാം അല്ലേ, കരിക്കുലം ഇഷ്ടം പോലെ ചോദ്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ. ടൈലർ മോഡൽ ഓഫ് ഇവാലുവേഷൻ, കരിക്കുലത്തിന്റെ പോർഷൻ, ഇവിടെ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളാണ് ഈ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. സോ നോക്കൂ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ അസെൻഡിങ് ഓർഡർ അക്കോർഡിംഗ് ടു ടൈലർ മോഡൽ. ടൈലർ മോഡൽ പ്രകാരം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഈ ഏരിയ ഒക്കെ അല്ലേ. നോക്കൂ, ഇവിടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഇവാലുവേഷൻ ഓഫ് പർപ്പസ്, then purpose of education, organization of experiences, then educational experiences related to the purpose. ഇവിടെ നമുക്ക് എന്താണ് അസെൻഡിങ് ഓർഡറിലാണ് എഴുതേണ്ടത്. അതായത് തുടങ്ങുന്ന ചെറുതിൽ നിന്ന് വലുതിലോട്ട് എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ എഴുതേണ്ടത്. സോ ഇവിടെ എന്താണ് ആദ്യം എന്താണ് നമ്മൾ എഡ്യൂക്കേഷന്റെ പർപ്പസ്, കാരണം ഇവാലുവേഷൻ എന്തായാലും നമുക്ക് അവസാനമായിരിക്കും ഇല്ലേ. ആദ്യം നമ്മൾ എന്ത് വേണം, നമുക്കൊരു പർപ്പസ് ഉണ്ടാവണം. സോ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ. പിന്നെന്ത് ചെയ്യണം, നമുക്ക് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസസ് കണ്ടുപിടിക്കണം, ആ പർപ്പസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള. പിന്നെന്ത് ചെയ്യാം, ഈ കിട്ടിയ എക്സ്പീരിയൻസസിനെ നമ്മൾ എന്ത് ചെയ്യും, ഓർഗനൈസ് ചെയ്ത് വെച്ചു. പിന്നെന്ത് ചെയ്യും, ഈ എക്സ്പീരിയൻസസിനെ അല്ലെങ്കിൽ ആ പർപ്പസുമായിട്ട് ഇത് എന്താണ് നമുക്ക് കിട്ടേണ്ട രീതിയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ബി, പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ, ഡി, എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസസ് റിലേറ്റഡ് ടു ദ പർപ്പസ്, ദെൻ സി, ഓർഗനൈസേഷൻ ഓഫ് എക്സ്പീരിയൻസസ്, then A, evaluation of purpose. B, D, C, A. So the correct answer is option 2, B, D, C, A. ടൈലർ മോഡൽ പ്രകാരം ഉള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. വീണ്ടും അടുത്തൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആർ ദ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ. ഡയറക്റ്റ് ചോദ്യം, വേറെ എങ്ങോട്ടും പോണ്ട അല്ലേ, ഹിസ്റ്റോറിക്കൽ റിസർച്ച്. വേറെ ഓപ്ഷൻ പോലും നമുക്ക് വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. So answer is option 1, historical research. നിങ്ങൾക്ക് അറിയാം അല്ലേ, ഇന്റേണൽ ക്രിറ്റിസിസം, എക്സ്റ്റേണൽ ക്രിറ്റിസിസം, പ്രൈമറി ഡേറ്റ, സെക്കൻഡറി ഡേറ്റ, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന, നമ്മൾ ഹിസ്റ്റോറിക്കൽ റിസർച്ചിലാണ് ഇവയെല്ലാം. ഈവൻ ഹിസ്റ്റോറിക്കൽ റിസർച്ചിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഹൈപ്പോത്തിസിസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഓൾറെഡി ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ടെന്റേറ്റീവ് സൊല്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കൽ റിസർച്ചിനെ നമുക്ക് ക്വാളിറ്റേറ്റീവ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. സോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. സോ കറക്റ്റ് ആൻസർ ഇസ് ഇന്റേണൽ എക്സ്റ്റേണൽ ക്രിറ്റിസിസം ഏതിന്റെ ഭാഗമാണ്? യെസ്, ഹിസ്റ്റോറിക്കൽ റിസർച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 with list 2. ദ നോമിനൽ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ, ഇന്റർവെൽ സ്കെയിൽ, റേഷ്യോ സ്കെയിൽ. ഇതില്ലാത്തൊരു ചോദ്യമേ ഇല്ല. എവിടെങ്കിലും ഇട്ട് നമ്മുടെ നെറ്റ് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിരിക്കും. നോമിനൽ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ, ഇന്റർവെൽ സ്കെയിൽ, റേഷ്യോ സ്കെയിൽ. വളരെ സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങുമ്പോഴത്തെ ബേസിക് ആണിത്, സ്കെയിൽസ്. നോമിനൽ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ, ഇന്റർവെൽ സ്കെയിൽ, റേഷ്യോ സ്കെയിൽ. അതിന്റെ ഓപ്ഷൻ കണ്ടോ, റാങ്കിങ് അറ്റ് റേറ്റ്, ട്രൂ 0 ഉണ്ടായിരിക്കും ആർക്ക് എന്നുള്ളത് ഓർക്കണം. ഇതൊക്കെ നമ്മൾ ട്രൂ 0 ഉണ്ടായിരിക്കും എന്നുള്ളത് പറഞ്ഞതാണ്. അസൈനിങ് നമ്പേഴ്സ് ടു കാറ്റഗറീസ് ആയിട്ട് തിരിക്കും, കാറ്റഗറിക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞിട്ടില്ലേ. സ്കെയിൽ ഓഫ് ഈക്വൽ യൂണിറ്റ്സ്. സോ നോക്കൂ, ഫസ്റ്റ് നോമിനൽ സ്കെയിൽസ്. നോമിനൽ സ്കെയില് നമ്പർ ആയിരിക്കും അല്ലേ. നമ്മളെപ്പോഴും പറയും നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത് അസൈൻ നമ്പേഴ്സ് ടു കാറ്റഗറി. നമ്പേഴ്സ് ആണ് നോമിനൽ സ്കെയിലിൽ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? 3 ആണ് അവിടെ ആൻസർ വരുന്നത്. ഇവിടെ ഓപ്ഷൻ 3 ആൻസർ വരുന്ന ഒരേ ഒരെണ്ണമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഓപ്ഷൻ എ 3 ആൻസർ വരുന്ന ഒറ്റ ഒരെണ്ണമേ ഉള്ളൂ. നോക്കിക്കേ, അത് ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതാണ് അല്ലെ. പിന്നെ നോക്കാം, നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് റാങ്കിങ് അറ്റ് റേറ്റ് ഒരിക്കലും അല്ല. ദെൻ നോക്കൂ, നോമിനൽ സ്കെയില് ഓപ്ഷൻ എ. ദെൻ ഓർഡിനൽ സ്കെയില്, അതാണ് നമ്മളൊരു ട്രേറ്റിനെ റാങ്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഇന്റർവെൽ സ്കെയിൽ എന്ന് പറയുന്നത് സ്കെയിൽസ് ഓഫ് ഈക്വൽ യൂണിറ്റ്. അത് തന്നെ കണ്ണടച്ച് ഓർക്കാമല്ലോ, ഈക്വൽ ഇന്റർവെൽസ് അല്ലെ. ഈക്വൽ ഇന്റർവെൽസ് എടുക്കുവാണെന്നപ്പോൾ ഈക്വൽ യൂണിറ്റ്സ് ആണല്ലോ. ദെൻ റേഷ്യോ സ്കെയിൽ ആണ് ഒരു ട്രൂ 0 അസൈൻ ചെയ്ത് കൊടുത്ത് ചെയ്യുന്നത്. സോ ഹിയർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2, ദാറ്റ് ഇസ് A3, B1, C4 ആൻഡ് സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2 ആണ്. A3, B1, C4 ആൻഡ് D2. വീണ്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. പാർത്ഥ എഡ്യൂക്കേഷൻ കമ്മിറ്റീസ് ഓഫ്
The Central Advisory Board of Education that recommended increasing expenditure on education was chaired by ഒന്നുമില്ല വാർത്താ സ്കീം സക്കീർ ഹുസൈൻ കമ്മിറ്റി എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അല്ലെ. ബേസിക് എഡ്യൂക്കേഷൻ നൈതാലീം എന്നൊക്കെ ഗാന്ധിജി പറഞ്ഞ് ഒരിക്കലും അതിന്റെ സക്കീർ ഹുസൈൻ കമ്മിറ്റി തന്നെയാണ് ചെയർ ചെയ്തത് ആരാ? ഡോക്ടർ സക്കീർ ഹുസൈൻ. അത് നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി. ഓക്കെ, ഓപ്ഷൻ 2 ആണ് സക്കീർ ഹുസൈൻ. ദാ വീണ്ടും ഞാൻ ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ എപ്പോഴും ഇങ്ങനെ വീണ്ടും ഡയറക്റ്റ് എന്ന് പറയണ്ട. ആക്ച്വലി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യത്തെ നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ എളുപ്പമായിരുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ചല്ലേ, പഠിച്ച് പ്രിപ്പയർ ചെയ്ത് ഈ പ്രാവശ്യം എഴുതിയവർക്ക്, ഒരുമാതിരിപ്പെട്ട രീതിയിൽ പ്രിപ്പയർ ചെയ്തവർക്ക് എല്ലാം JRF ക്വാളിഫൈ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. പേപ്പർ 2 എഡ്യൂക്കേഷൻ വെച്ച് നോക്കിയാൽ പേപ്പർ 1ൻ്റെത് ഓക്കെ സംവാട്ട് ബുദ്ധിമുട്ടോ ഡിഫിക്കൽട്ടി ദാറ്റ്സ് അപ് ടു ദ സ്റ്റുഡന്റ്. പക്ഷേ എഡ്യൂക്കേഷൻ പേപ്പർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പേപ്പർ 2 ഭയങ്കര എളുപ്പമായിരുന്നു എന്ന് ഞാൻ പറയും. പക്ഷെ എന്ത് ചെയ്യാം അല്ലേ, നമുക്കത് പ്രയോജനം ഇല്ലാതായി പോയി. പക്ഷെ സ്റ്റിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പരീക്ഷ ഓഗസ്റ്റിൽ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കും. നോ ക്വസ്റ്റ്യൻ നോക്കൂ. ഇവാലുവേഷൻ ഈസ് measurement plus assessment plus value judgment, measurement assessment plus categorization, measurement and appreciation plus classification, assessment ability and accreditation. Evaluation നടത്തുന്നത് എന്തിനാണ് ശരിക്കും? ഇവാലുവേഷൻ ഉദ്ദേശിക്കുന്നത് തന്നെ എന്താണ്? ഇവാലുവേഷൻ ഈസ് ആണ്, ഇവാലുവേഷൻ നടത്തുന്നതെന്നല്ല. ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെഷർമെന്റ് നടത്തി, അസസ്മെന്റ് നടത്തി, വാല്യൂ ജഡ്ജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ 1. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ സിമ്പിൾ. ഇവാലുവേഷൻ ഈസ് മെഷർമെന്റ് പ്ലസ് അസസ്മെന്റ് പ്ലസ് വാല്യൂ ജഡ്ജ്മെന്റ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ളതായിരുന്നു. നോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To develop an ideal citizen, Hubble suggested following 5 elements. Arrange them in chronologically. ശരിക്കും ഈ ക്വസ്റ്റ്യൻ നമുക്ക് സിറ്റിസൺഷിപ്പ്, ഐഡിയൽ സിറ്റിസൺ അങ്ങനെ ഒരു നമ്മുടെ ഹബൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് അങ്ങനെ പഠിക്കാൻ കേട്ടിട്ടില്ല, അങ്ങനെ കണ്ടിട്ടില്ല. സോ പക്ഷേ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ പ്രകാരം ഈ 5 എലമെന്റ്സിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. കാരണം ഇത് ഇങ്ങനെ ക്രോണോളജിക്കലി, അതായത് തുടങ്ങുന്ന രീതിയിൽ 1 എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് നോക്കാം. നോർമലി ഇങ്ങനെ ഒരെണ്ണം ഹബൽ എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഞാൻ കണ്ടില്ല. വേറെ 2-3 ഇവരുടെ ഒക്കെ റെഫർ ചെയ്ത് നോക്കിയപ്പോഴും അവരും അങ്ങനെ അതിലൊരു ആൻസർ ജസ്റ്റ് അവരായിട്ട് സജസ്റ്റ് ചെയ്ത് പറയുന്ന ഒരു ലോജിക്ക് വെച്ച് പറയുന്ന ഒരു ആൻസറേ ഉള്ളൂ. ഇനി നെറ്റിന്റെ ആൻസർ കീ വരുമ്പോൾ അറിയാം ഇതിന്റെ എന്താണെന്ന്. സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലാണ് ഐഡിയൽ സിറ്റിസൺ ഹബൽ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത്. പക്ഷെ അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. സോ ഇവിടെ ഓപ്ഷൻസ് വന്നേക്കുന്നത് എങ്ങനെയാണ്? അറേഞ്ച് ദം ക്രോണോളജിക്കലി, പ്രസന്റേഷൻ, അസോസിയേഷൻ, ആപ്ലിക്കേഷൻ, ജനറലൈസേഷൻ, പ്രിപ്പറേഷൻ. സോ ഇവിടെ പ്രസന്റേഷൻ, അസോസിയേഷൻ, ആപ്ലിക്കേഷൻ, ജനറലൈസേഷൻ, പ്രിപ്പറേഷൻ. സോ ആദ്യം നോർമലി നമ്മുടെ ഒരു പേഴ്സണൽ വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം പ്രിപ്പയർ ചെയ്യണം അല്ലേ? പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ അത് പ്രസന്റ് ചെയ്യും. ആ പ്രസന്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് പലതിനെ നമ്മൾ അസോസിയേറ്റ് ചെയ്യും ഇല്ലേ? പലതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ജനറലൈസേഷൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? അതിനെ അപ്ലൈ ചെയ്യും. ഇതെങ്ങനെ നമ്മൾ കോൺസെപ്റ്റ് ഫോർമേഷന്റെ സ്റ്റെപ്പ് എന്നും പറഞ്ഞിട്ട് നമ്മൾ പറയാറില്ലേ? എന്താണ്? സെൻസേഷൻ, പെർസെപ്ഷൻ, അബ്സ്ട്രാക്ഷൻ, ജനറലൈസേഷൻ എന്ന് പറയില്ലേ? സോ അവിടെ നമ്മൾ ഈ അബ്സ്ട്രാക്ഷൻ ജനറലൈസേഷൻ ചെയ്യുമ്പോൾ അബ്സ്ട്രാക്ഷന് മുമ്പ് നമ്മൾ ഒന്നിനോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ജനറലൈസേഷനിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ബി കഴിഞ്ഞ് ഡി വരുമെന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചത്. ബി കഴിഞ്ഞായിരിക്കും ഡി. കാരണം ഒരു സാധനം പ്രിപ്പയർ ചെയ്യാതെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. സോ പ്രിപ്പറേഷൻ, പ്രസന്റേഷൻ, അസോസിയേഷൻ, ജനറലൈസേഷൻ. ജനറലൈസ് അല്ലെങ്കിൽ പിന്നെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ജനറലൈസേഷനിലേക്ക് എത്താം ഇല്ലേ? പക്ഷെ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് ജനറലൈസേഷനിലേക്ക് എത്തുന്ന ഒരു ഓപ്ഷൻ കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ 1 EABDC എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ എത്താം. ഞാൻ പറഞ്ഞല്ലോ. സോ അതുകൊണ്ട് ഓപ്ഷൻ E, that means preparation, then A presentation, B association,
D generalization, C application. സോ ഇത് നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ ഈ ഒരെണ്ണവും അതുപോലെ തന്നെ വേറൊരു ഇൻകറക്റ്റ് പെയർ കണ്ടുപിടിക്കുക എന്നുള്ളതിലും ഉള്ള ഒരു സംഭവത്തിലും കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ, ഒരെണ്ണവും മാറ്റേണ്ട ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുന്ന പോലും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഓപ്ഷൻ 1 നമുക്ക് എടുക്കാം, ആൻസർ ആയിട്ട് എടുക്കാം. എന്തായാലും ആൻസർ കീ വരട്ടെ, ഈ ആൻസർ കീ പബ്ലിഷ് ചെയ്യും ഡെഫിനറ്റ്ലി. നെക്സ്റ്റ്, അറേഞ്ച് ദ ഫോളോയിങ് in proper sequence as per Hankin's model of curriculum development. ഹങ്കിന്റെ മോഡലിന്റെ പ്രകാരം നമ്മൾ ഇതിനെ, ഈ തന്നിരിക്കുന്നതിനെ പ്രോപ്പർ സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യുക. സോ ഫസ്റ്റ് എന്താണ്, കണ്ടന്റ് സെലക്ഷൻ, മെയിൻ്റനൻസ്, ഇവാലുവേഷൻ, ഇംപ്ലിമെന്റേഷൻ, എക്സ്പീരിയൻസ് സെലക്ഷൻ. സോ ഇവിടെ നോക്കിക്കേ, ഹങ്കിന്റെ മോഡൽ നമ്മൾ ഒരുപാട് മോഡൽ, ഹിൽഡ ടാബ മോഡൽ, അതുപോലെ തന്നെ ടാഡ മോഡൽ, കുറേ മോഡൽസ് നമ്മൾ ഏത് കരിക്കുലത്തിൽ പഠിക്കുന്നുണ്ട്. സോ മാത്രമല്ല ശ്രദ്ധിച്ചോ, ഇപ്രാവശ്യം കരിക്കുലം ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്തു കരിക്കുലം ഡെവലപ്മെന്റ് എന്നുള്ള ഏരിയയിൽ നിന്നല്ലേ. സോ അവിടെ എന്താണ്, ഇവിടെ ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ ഹങ്കിന്റെ മോഡൽ പ്രകാരം, ഹങ്കിൻസ് മോഡൽ പ്രകാരം ഏതാണ് ഓപ്ഷൻ വരുന്നതെന്ന് നോക്കാം. ആദ്യം എന്ത് വേണം, നമ്മൾ കണ്ടന്റ് സെലക്ട് ചെയ്യണം ഇല്ലേ. കണ്ടന്റ് ആദ്യം സെലക്ട് ചെയ്താൽ പിന്നെ അടുത്തൊരു സെലക്ഷനിലേക്ക് പോകണം. ഏതാണ്, എക്സ്പീരിയൻസ് സെലക്ഷൻ. കുട്ടികളിലെ ആ ഒരു അവ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഉള്ളത് എക്സ്പീരിയൻസ് സെലക്ഷനിലേക്ക് നമ്മൾ പോകും. അപ്പൊ കണ്ടന്റ് സെലക്ട് ചെയ്തു, എക്സ്പീരിയൻസ് സെലക്ട് ചെയ്തു, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കണം. ഈ ഹങ്കിന്റെ മോഡൽ പ്രകാരമുള്ളതാണ് പറയുന്നത്. ഇത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത്, ആ ഇംപ്ലിമെന്റേഷനെ നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്തുകൊണ്ട് പോകണം, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. സോ ഹിയർ ഓപ്ഷൻ 2 AEDCB അതാണ് കറക്റ്റ് ആൻസർ. സോ ഹിയർ കറക്റ്റ് ആൻസർ, ഹങ്കിന്റെ മോഡൽ കരിക്കുലം ഡെവലപ്മെന്റ് പ്രോപ്പർ സീക്വൻസ് ഏതാണ്, AEDCB. ദാ വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഗോ ഗെറ്റ് എഡ്യൂക്കേഷൻ അല്ലേ. നമ്മൾ നമ്മുടെ I+ന്റെ സ്റ്റഡി മെറ്റീരിയലിൽ സാവിത്രിഭായ് ഫുലെ പറ്റി പറയുന്ന സമയത്ത് ഈ ഒരു ടേം തന്നെ യൂസ് ചെയ്ത് പറഞ്ഞതാണ് അല്ലേ. ഗോ ഗെറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് ആരാണ് അല്ലേ. ഇവിടെ ഒപ്രസ്ഡ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ഞെട്ടും, പക്ഷെ അങ്ങനൊന്നും ഇല്ല. ഫസ്റ്റ് ലേഡി എന്താണ്, ടീച്ചർ ആയിട്ടുള്ള അല്ലേ, സാവിത്രിഭായ് ഫുലെ, എന്താണ് അവരാണ് ഓൾറെഡി എന്ത് പറഞ്ഞത്, സിറ്റ് ഐഡിൽ, നോ മോർ, ഗോ ഗെറ്റ് എഡ്യൂക്കേഷൻ, ആൻഡ് misery of oppressed and forsaken, you have got a golden chance to learn. അതൊരു പോയം, ഗോ ഗെറ്റ് എഡ്യൂക്കേഷൻ എന്ന പോയം എഴുതിയത് ആരാണ്, സാവിത്രിഭായ് ഫുലെ, ഓപ്ഷൻ 4. സോ ഹിയർ കറക്റ്റ് ആൻസർ സാവിത്രിഭായ് ഫുലെ. നിങ്ങൾ ഇത്ര ഇതായിട്ട് ഒന്നും നോക്കണ്ട, ഗോ ഗെറ്റ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒറ്റ വേർഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് നമ്മുടെ സിലബസിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ, സാവിത്രിഭായ് ഫുലെ. അവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, എന്നറിയാം, ജ്യോതിബ ഫുലെ കിടക്കുന്നോണ്ട് അയ്യോ അതാണോ എന്ന് നോക്കാം. പക്ഷെ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഗോ ഗെറ്റ് എഡ്യൂക്കേഷൻ എന്നുള്ള കളക്ഷൻ ഓഫ് പോയംസ് എഴുതിയത് സാവിത്രിഭായ് ഫുലെ ആണെന്ന്. ഈ സാവിത്രിഭായ് ഫുലെ പറ്റി മുൻപ് തൊട്ട് മുകളിലത്തെ ക്വസ്റ്റ്യനെ പറ്റിയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. കാരണം പൂനെ യൂണിവേഴ്സിറ്റിയിലെ അവരുടെ പേര് സാവിത്രിഭായ് ഫുലെ യൂണിവേഴ്സിറ്റി എന്നുള്ള പേരൊക്കെ മാറ്റി പൂനെ യൂണിവേഴ്സിറ്റി അങ്ങനെ ആക്കി മാറ്റി അവരോടുള്ള ആ ഒരു ഇതൊക്കെ കാണിച്ചു, ആദരവ് കാണിച്ചു എന്നൊക്കെയുള്ളതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. നോ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫ്സ് ഈസ് ദി നോളജ്. യെസ് നോൺ ദാറ്റ് P is true if. ആക്ച്വലി ഇതെന്താ സംഭവം എന്നറിയാമോ? A, P is true. Yes believes that P is true. Yes is justified in believing that P is true. ഈ ഒരു tripartite analysis of knowledge was given by, നിങ്ങൾ ഒന്നും നോക്കണ്ട, ഈ പറഞ്ഞ justified true belief is the knowledge എന്ന് പറഞ്ഞത് പ്ലേറ്റോ ആണ്. ഓപ്ഷൻ ഉണ്ട്, സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ ആൻഡ് അക്വീനാസ് ഉണ്ട്. സോ ഇതിന്റെ ആൻസർ പ്ലേറ്റോ. പ്ലേറ്റോനെ പറ്റിയിട്ടൊന്നും നമുക്ക് അങ്ങനെ വിശാലമായിട്ടൊന്നും പഠിക്കാനില്ലെങ്കിലും, കാരണം നമ്മുടെ ഇതിലൊന്നും പ്ലേറ്റോ അങ്ങനെ ഈ പറയുന്ന സോക്രട്ടീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. പക്ഷെ എങ്കിലും നമ്മൾ ട്രൈപാർട്ടൈറ്റ് അനാലിസിസ് ഓഫ് നോളജ് എന്ന് പറഞ്ഞത് ഒരു നോളജ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു പോർഷനിലാണ്. സോ അവിടെ അത് ഏതായിട്ട് പറയാം, പ്ലേറ്റോ ആയിട്ടാണ് പറയുന്നത്.
So option is 3. വീണ്ടും മറ്റൊരു match the following question. Miller and Seller model, Hilda-Taba model, Weinstein and Fantini model, Goodlad model. Then അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് ടൈപ്പ് ഓഫ് മോഡൽ ആണെന്നുള്ളത് നെക്സ്റ്റിൽ തന്നിരിക്കുന്നു, അടുത്തതിൽ തന്നിരിക്കുന്നു. ഇനി അടുത്തൊരു പറയട്ടെ, ഇതെല്ലാം കരിക്കുലം മോഡൽസിന്റെ വെച്ചിട്ട് പറയുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ കരിക്കുലത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇനി നോക്കൂ, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഇവിടെ എങ്ങനെ വരും നോക്കൂ, നിങ്ങൾക്ക് ഒരെണ്ണം പെട്ടെന്ന് എടുത്തു പറയാം. ഏതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കേട്ടിട്ടുള്ള ഒരു മോഡലാണ് ഹിൽഡ-ടാബ മോഡൽ. ഹിൽഡ-ടാബ മോഡലിനെ ഗ്രാസ് റൂട്ട് മോഡൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ അപ്പം ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 1 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി ഓപ്ഷൻ ബി 1 വന്നിട്ടുള്ളത് ഒരേ ഒരെണ്ണവേ ഉള്ളൂ, കണ്ടോ? കാരണം അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാവുന്ന ആൻസർ. അപ്പൊ നോക്കൂ, ഓപ്ഷൻ ബി വന്ന് 3 വെച്ചിട്ട് ബാക്കിയുള്ളത് നോക്കിക്കേ. മില്ലർ ആൻഡ് സെല്ലർ മോഡൽ. മില്ലർ ആൻഡ് സെല്ലർ മോഡൽ വരുന്നത് ട്രാൻസ്മിഷൻ, ട്രാൻസാക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്പോസിഷൻ മോഡൽ. ദെൻ B1 നമ്മൾ ഹിൽഡ-ടാബ ഗ്രാസ് റൂട്ട് മോഡൽ ആണെന്ന് പറഞ്ഞു. സി എന്ന് പറയുന്നത് നമുക്ക് വെയിൻസ്റ്റീൻ ആൻഡ് ഫാന്റിനി മോഡൽ, ഒരു നോൺ ടെക്നിക്കൽ മോഡലാണ്. ദെൻ ഡി ഗുഡ്ലാഡ് മോഡൽ, അതാണ് പൊതുവെ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ലാത്തത്. അത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഡെഡ്യൂസ്ഡ് ഫ്രം ജനറൽ ഒബ്ജക്റ്റീവ്. ഇതിൽ നിങ്ങൾക്ക് ഇത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഇതേ അല്ല, കാരണം ഹിൽഡ-ടാബ എന്നുള്ളത് അറിയാമെങ്കിൽ ബാക്കി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്നല്ലോ. ഹിൽഡ-ടാബ ഗ്രാസ് റൂട്ട് മോഡൽ ആണെന്ന് അറിയാം. സോ ഓപ്ഷൻ 3 ആണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടില്ലേ, ഓപ്ഷൻ 3, ദാറ്റ് ഈസ് മില്ലർ ആൻഡ് സെല്ലർ മോഡൽ എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് ട്രാൻസ്മിഷൻ, ട്രാൻസാക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ, പൊസിഷൻ മോഡൽ ആണ്. ദെൻ നെക്സ്റ്റ് കംസ് ഹിൽഡ-ടാബ, ദാറ്റ് ഈസ് ഗ്രാസ് റൂട്ട് മോഡൽ. ദെൻ വെയിൻസ്റ്റീൻ ആൻഡ് ഫാന്റിനി മോഡൽ എന്ന് പറയുന്നത് എന്താണ്, നോൺ ടെക്നിക്കൽ മോഡൽ ആണ്. ദെൻ ഗുഡ്ലാഡ് മോഡൽ എന്ന് പറയുന്നത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഡെഡ്യൂസ്ഡ് ഫ്രം ജനറൽ ഒബ്ജക്റ്റീവ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 27 വീണ്ടും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ വാസ് ഡ്രാഫ്റ്റഡ് ബൈ NCF. NCF സ്കൂൾ എഡ്യൂക്കേഷന് കൊണ്ടുവന്നത് ആരാണെന്ന്? CBSE, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, UGC, NCERT. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒമിറ്റ് ചെയ്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം അല്ലേ? കാരണം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും UGCയും അത് ഒരിക്കലും, UGC എന്ന് പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ്റെതാണ്, അപ്പൊ അതങ്ങ് തട്ടിക്കളയാം. പിന്നെ CBSE സ്കൂൾ മൊത്തം സ്കൂളുകൾക്ക് കൊണ്ടുവരുവാണെങ്കിലാണ് NCF, അത് CBSE എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ? പിന്നെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും അല്ല, പിന്നെ ഏതാണ്? NCERT. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പൊ അത് പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. NCF കൊണ്ടുവന്നത്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് കൊണ്ടുവന്ന് ഡ്രാഫ്റ്റ് കൊണ്ടുവന്നത് അല്ലെ, ഡ്രാഫ്റ്റ് ചെയ്തത് ആരാണ്? NCERT. സോ കറക്റ്റ് ആൻസർ NCERT അല്ലെ, NCERT ഓപ്ഷൻ 4. വീണ്ടും ഡയറക്റ്റ്. മെറ്റാകോഗ്നിറ്റീവ് റെഗുലേഷൻ ഡിസ്ക്രൈബ്സ് ഹൗ ലേണേഴ്സ് ഡാഷ് ആൻഡ് ഡാഷ് their cognitive process. അതായത് എങ്ങനെ ലേണർ, മെറ്റാകോഗ്നിറ്റീവ് റെഗുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹൗ ലേണർ, യെസ്, ഹൗ ലേണർ monitor and control. How learner monitor and control their cognitive process. അല്ലേ, എങ്ങനെ ലേണർ മോണിറ്റർ ചെയ്യുന്നു, അവന്റെ എന്താണ് കോഗ്നിഷൻ എന്നുള്ളത് അവൻ എങ്ങനെ മനസ്സിലാക്കുന്നു, അവന്റെ കോഗ്നിറ്റീവ് പ്രോസസ്സിനെ എങ്ങനെ മോണിറ്റർ ചെയ്യുന്നു, അതിനെ എങ്ങനെ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രോൾ ചെയ്യുന്ന അല്ലേ, നമ്മൾ അതിനെ പിടിച്ചു നിർത്തുന്നു. ഇതാണ് ആൻസർ. സോ ഇവിടെ കറക്റ്റ് ആൻസർ A and E ആണ്. ഓപ്ഷൻ 4 ആവാനാണ് ചാൻസ്. നോക്കാം. യെസ്, കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4 ആണ്. മെറ്റാകോഗ്നിറ്റീവ് റെഗുലേഷൻ ഡിസ്ക്രൈബ്സ് ഹൗ ലേണർ മോണിറ്റർ ആൻഡ് കൺട്രോൾ their cognitive process. പിന്നെയും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു പിയാഷെ, children's knowledge level increases through the process of dash and dash. കാണാൻ പഠിച്ചു വെച്ചേക്കണം. അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ നമ്മൾ എപ്പോഴും പറയുന്നില്ലേ, ഇത് വലിയ കാര്യമൊന്നുമില്ല. സ്കഫോൾഡിങ് നമ്മുടെ അല്ല, ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല ശരിക്കും. അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ അല്ലേ, അതാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന മെയിൻ ആയിട്ടുള്ളത്. നോക്കൂ, അവിടെ ഓപ്ഷൻ തന്നെ ഉണ്ട്, അസിമിലേഷനും അക്കോമഡേഷനും. ഓപ്ഷൻ 2 A and D only.
കണ്ണടച്ചുകൊണ്ട് നമുക്ക് ആൻസർ എഴുതാം. പിയാഷെയുടെ ചിൽഡ്രൻസ് നോളജ് ഇൻക്രീസസ് ത്രൂ ദി പ്രോസസ് ഓഫ് അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ. സോ 30th ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ സെറ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? is used to plan future learning goals, includes clear goals for the learning activity, reflect a view of learning, requires students to ask questions about their learning. That is okay. ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നത് യൂസ് ടു പ്ലാൻ ഫ്യൂച്ചർ ലേണിംഗ് ഗോൾസ്. ലേണിംഗിനെ അസസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലേണിംഗ് ഗോൾസ് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നതിനാണോ? അല്ല. ഇൻക്ലൂഡ്സ് ക്ലിയർ ഗോൾസ് ഫോർ ലേണിംഗ് ആക്ടിവിറ്റി, അതാണോ അസസ്മെന്റ് ഓഫ് ലേണിംഗ്? അല്ലെ, നമ്മൾ ആക്ച്വലി ഇവാലുവേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇവാലുവേഷൻ എങ്ങനെയാണ്? സോറി, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. എങ്ങനെയാണ്? റിക്വയർ സ്റ്റുഡൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദെയർ ലേണിംഗ്. സോ assessment of learning includes, assessment of learning requires students to ask questions about their learning. Option 4 is right answer. So with that, നമ്മൾ ആക്ച്വലി സെക്കൻഡ് സെഷൻ, ആദ്യം ഒരു 10 ചോദ്യമുണ്ട്, അടുത്ത സെഷനിലായിട്ട് നമ്മളൊരു 20 ചോദ്യം സെക്കൻഡ് സെഷനും കൂടി നമ്മൾ അനലൈസ് ചെയ്തു. അടുത്ത് തന്നെ വീണ്ടും ബാക്കി ഉള്ള 70 ചോദ്യങ്ങൾ കൂടെ അനലൈസ് ചെയ്ത് ആൻസേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ ഉണ്ടായിരിക്കും അല്ലേ? കാരണം ഇപ്പൊ കിട്ടിയപ്പോൾ തന്നെ നിങ്ങളിപ്പം നമ്മുടെ നോട്ട്സും എല്ലാം നോക്കി വെച്ച് പഠിച്ചവരാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏകദേശം അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ സിലബസ് കവർ ചെയ്ത് പോയാൽ ഒരു JRF ഒക്കെ സുഖമായിട്ട് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. എനിവേ, ഇതിപ്പോ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മളിപ്പോൾ എടുക്കണ്ട, പക്ഷെ എന്നാലും നമുക്കൊരു അനാലിസിസ് ലെവലിലേക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതുപോലെ നമുക്ക് നോക്കാം. കാരണം അപ്ഡേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓഗസ്റ്റിലെ പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതുക. താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.